എടി ഒന്ന് അനങ്ങി ചെയ്യ് മോളെ. ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി നിന്നെ കൊളാബ് ചെയ്യാനൊന്നും വിളിക്കില്ല കേട്ടോ. എടി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്ന് കാണുന്നത് ഒരു പ്രാവശ്യം കൂടെ പ്ലീസ്. എനിക്ക് ജോലിക്ക് പോകണം അമ്മ. അപ്പം എനിക്ക് പോകണ്ടേ? എടി കുറച്ചൊക്കെ കലാബോധം വേണം, എന്നെ പോലെ നോക്ക്. കലാബോധം ഇത് ഒരു പ്രാവശ്യം കൂടെ, ഒറ്റ തവണ കൂടെ, ഒറ്റ പ്രാവശ്യം നല്ലപോലെ ചെയ്യണേ, ചിരിച്ചോണ്ട് കേട്ടോ. നല്ലപോലെ ഗേസ്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് സിമ്പിളാണ്, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം മതി, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് അത്രയും ഹെൽത്തിയുള്ള ഫുഡായതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ആണെങ്കിലും അത്രയും ഹെൽത്താണിത്. നമ്മുടെ മക്കൾക്കും എല്ലാ ഹസ്ബൻഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോഴെങ്ങാനും കഴിച്ചു പോകാൻ പറ്റുമോ? ഗേസ് ഇപ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട്, അത്രയ്ക്കും ടേസ്റ്റാണ്. പിന്നെ എന്നത്തെയും പോലെ ഇന്നും എൻ്റെ മോള് തന്നെയാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. വാവ് ഗൈസ്, എൻ്റെ അമ്മ അതുകൊണ്ട് പറയല്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഈ തള്ളേനെ കൊണ്ടേ ഒരു രക്ഷയില്ല. അപ്പോ എനിക്കിതൊക്കെ മുഴുവൻ കഴിച്ച് തീർക്കാനുള്ളതാണ്. ബൈ. അപ്പോൾ ഗേൾസ്, നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങളിത് ഉണ്ടാക്കി മസ്റ്റായിട്ടും കഴിച്ചു നോക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ. എന്തിനാ അമ്മ എന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത്? എടി നീയാണ് ടെസ്റ്റർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരെല്ലാം അങ്ങ് വിശ്വസിച്ചോളൂ. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി കഴിക്കും? അമ്മ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചേരാം. സുജാതയാണോ ഞാൻ ഏൽപ്പിച്ചത്? അല്ല മാം, എന്നെ ഏൽപ്പിച്ചത്. സോറി. സുജാതയോട് എന്റെ ക്യാബിലേക്ക് വരാൻ പറ. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു മേഡം. ഞാൻ എന്തിനാണ് നിങ്ങൾക്കൊക്കെ സാലറി തരുന്നത്? നമ്മുടെ ജോലി എന്നിട്ട് എന്താണ് ഇന്നലത്തെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാത്തത്? വീട്ടിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. Happy Mother's Day, ma'am.